ഹായ് ഓൾ, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷം? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. വലിയ സുഖമൊന്നുമില്ല അല്ലേ, നല്ല ചൂടാണ് എല്ലായിടത്തും. ഇപ്പം ഞാൻ അതേ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ വേർത്തൊലിക്കുന്നുണ്ട് ഇവിടെ. ഇതാണ് അവസ്ഥ. അപ്പം ഇങ്ങനെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ പെരുമ്പിലാവിൻ്റെ ഹൃദയഭാഗത്ത് ഒരു ഫാൽക്കൺ മാൾ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. 25-നായിരുന്നു ഓപ്പണിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ വീഡിയോ ആണ്. ഇപ്പോൾ എനിക്ക് ഈ വീഡിയോ വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്യാനൊക്കെ ചെറിയ ഉണ്ണിയുള്ള കാരണം ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നീണ്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് അടിപൊളി മാളാട്ടോ ഞങ്ങളുടെ നാട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനാഗ്രേഷൻ്റെ അന്ന് തന്നെ പോയതാണ്. രാവിലെ ഒന്നും പോകാൻ പറ്റില്ല, രാവിലെ ആയിരുന്നു ഇനാഗ്രേഷനൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ചൂടത്ത് നമ്മൾ എങ്ങനെ പോകാനാണ്? ഡ്രസ്സ് മാറ്റിയിട്ട് പോകാൻ എവിടേക്കും തീരുമാനിക്കുമ്പോൾ തന്നെ വേർത്തൊലിക്കും. അപ്പോൾ അതുകൊണ്ട് പോകാൻ താല്പര്യമില്ല കേട്ടോ എവിടേക്കും. പക്ഷെ ഇത്രയും നല്ലൊരു സംഭവം നമ്മളെ നാട്ടിൽ അതും തൊട്ടടുത്തൊക്കെ ഉണ്ടായിട്ട് നമ്മൾ പോകാതിരിക്കുന്നത് മോശമല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വൈകിട്ട് 4 മണിക്കാണ് എല്ലാവരും കൂടി ചൂടൊക്കുന്നത്. ഏകദേശം പോകാൻ വേണ്ടിയിട്ട് നിന്നോട്ടോ. അപ്പോൾ അതേ പോയപ്പോൾ അവിടെ ഞങ്ങൾക്ക് പാർക്കിംഗ് ഇല്ല, ഒട്ടും സ്ഥലമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിലുണ്ട്, അതായത് ഫാൽക്കൺ മാളിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ഒരു ചെറിയ വഴിയുണ്ട് കേട്ടോ. അതിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. അപ്പം ഞങ്ങൾ 4 മണിക്ക് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം വണ്ടികളുണ്ടെങ്കിലും കൂടി ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം കിട്ടി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാർക്ക് ചെയ്ത്, അതിന് എൻട്രൻസ് ഇല്ല, ഞങ്ങൾ പോയ വഴി തന്നെ ഞങ്ങൾക്ക് തിരിച്ചു വരണം. അപ്പോൾ അങ്ങനെ വന്നു. ഇതേ ഇപ്പോൾ നടന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വരിക കേട്ടോ. അപ്പോൾ ഞാനും മുത്തും മോളും ചെറിയ മോയും കൂടെ പോയത്, പിന്നെ ഉമ്മ ഉണ്ടാകും കേട്ടോ കൂടെ. അങ്ങനെ പോയി ഇതാ ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. മാഷാ അല്ലാഹ്, അടിപൊളിയിട്ട് അതിനുള്ളിൽ കയറിയപ്പോൾ സൂപ്പറായിട്ടുണ്ട്. കാരണം ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും സൂപ്പറായിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ വലിയ മാളൊന്നുമല്ല, പക്ഷെ അത്യാവശ്യം എല്ലാം ഇൻക്ലൂഡായിട്ട് പിന്നെ ഓരോ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ അതിൽ വന്നു തുടങ്ങിയിട്ടുള്ളൂ. എന്നാലും നല്ല തിരക്കുണ്ട്, അടിപൊളിയാണ്. നല്ല സ്പോട്ട് തന്നെ, ശരിക്ക് പെരുമ്പിലാവിൻ്റെ സെൻട്രലിലാണ് കേട്ടോ ഇത് 10 വർഷത്തിൻ്റെ മുകളിലായിട്ടുണ്ട് സംഭവം ഈ ഒരു ഇതിൻ്റെ വർക്ക് നടക്കുന്നതായിട്ട്. പിന്നെ എന്തോ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇതാക്കി എന്നൊക്കെ ഞങ്ങൾ കുറച്ചൊക്കെ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അടുത്ത് വെച്ചിട്ടാണ് വീണ്ടും ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടോ. എന്തായാലും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് കഴിഞ്ഞ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഒരു ഉപകാരമുള്ള സംഭവം തന്നെ കേട്ടോ. കാരണം അടിപൊളി ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്കായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത് എൻ്റെ മോൻ ഇതിനുള്ളിലെത്തിയപ്പോൾ ഭയങ്കര ഹാപ്പിയായിട്ട്, കാരണം നല്ല തണുപ്പുണ്ട്, പിന്നെ നല്ല ലൈറ്റും കാണാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചൂടില്ലല്ലോ, അതാണ് മെയിനായിട്ട് അവൻ്റെ ഒരു ഇത്. അപ്പോൾ ഞങ്ങൾ നേരെ താഴത്താണ് ഇതിൻ്റെ നെക്സോസ് എന്നിട്ട് ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ നേരെ മുകളിലേക്ക് കയറിയിട്ടാണ്. കാരണം ഉള്ളുകൊണ്ട് ഞങ്ങൾ എസ്കലേറ്റർ അധികം യൂസ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലിഫ്റ്റ് ഇട്ടിട്ടാണ് മേലേക്ക് കയറിയത്. അപ്പോൾ മേലെ കയറിയപ്പോൾ അത് അത്യാവശ്യം കുറച്ച് ഫുഡിന് ഷോപ്പുകളുണ്ട്, കൂടുതലൊന്നുമില്ല എങ്കിലും ഉള്ളതൊക്കെ അടിപൊളി. ബിരിയാണിയുടെ ഇതുണ്ട്, ചിക്കൻ ഉണ്ട്, ഫീല ബാൻഡ്, അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉള്ള കുറച്ച് ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു സൈഡിൽ മാത്രമേ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉള്ളൂ എന്ന് ഞങ്ങൾ നോക്കി കണ്ടപ്പോൾ, പക്ഷേ ഒന്നും കൂടി ഫ്രണ്ടിലേക്ക് കൊടുക്കുന്നപ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. കണ്ട ഈ ഫ്രണ്ടേജ് മൊത്തം നല്ല സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കാണാൻ അടിപൊളിയാണ്, ഫ്രണ്ടിൽ നല്ല ലുക്കൊക്കെ ഉണ്ട്, അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അവിടുന്ന് വേഗം തിരിച്ചു വന്നു. പിന്നെ ഇത് എസ്കലേറ്റർ ഒന്ന് കയറണമല്ലോ, ഉമ്മ അതിൽ തീരെ കയറിയിട്ടില്ല. അപ്പോൾ ഒന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തുവിൻ്റെ ഉണ്ണിനെയും കൊടുത്തിട്ട് വണ്ടിയിൽ വിട്ട് ബാക്കിൽ ഞാനും മോളും കൂടെ 2 സൈഡ് ഉമ്മാനെ പിടിച്ചിട്ട് കയറ്റിട്ടോ. ഉമ്മക്ക് കയറാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ സപ്പോർട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇറങ്ങുമ്പോൾ ബാക്കിലോട്ട് ഇങ്ങനെ പോകുന്ന പോലത്തെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ നേരെ താഴത്തോട്ട് വന്നപ്പോൾ പ്ലേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. കുട്ടികൾക്ക് ഒരുപാട് ഗെയിംസ് ഉണ്ട്. അപ്പോൾ അതേ ഞങ്ങൾ ഇതൊന്ന് കാണാൻ വേണ്ടി കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടികൾക്ക് കയറാനുള്ളൊരു ഇതാണ്, പക്ഷേ വലിയവർക്കും കയറാവുന്നുണ്ട്. ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് നോക്കുമ്പോൾ ഒരു വലിയൊരാൾ കുട്ടീനെ മടി വെച്ചിട്ട് അതിലിരിക്കുന്നതായിട്ട് കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ദിവസം ട്രൈ ചെയ്യാമെന്ന്, കാരണം അത്യാവശ്യം നല്ല തിരക്കല്ലേ. അപ്പോൾ എൻ്റെ മോനൊക്കെ അത് കണ്ട് നന്നായിട്ട് ആസ്വദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. വണ്ടി എന്ന് വെച്ചാൽ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ കുറേ ഗെയിംസ് ഒക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങളങ്ങനെ നോക്കിക്കണ്ടു. എല്ലാത്തിനും കൂടി 1000 രൂപയുടെ എന്തോ കാർഡുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഞങ്ങൾ എല്ലാത്തിലും കയറാനുള്ള കുട്ടികളില്ലല്ലോ, മോന് ചെറുതല്ലേ.
അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊക്കെ ഉള്ളവർക്ക് സുഖമാട്ടോ, അങ്ങനെയുള്ളൊരു കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ അതിലും കൂടെ കയറാൻ പറ്റും. അപ്പോൾ ഞങ്ങളതൊക്കെ ഒന്ന് നോക്കി ഇന്ന് ഒക്കെ ഇട്ട് പോകുന്നുട്ടോ, വീഡിയോ ഒക്കെ എടുത്തിട്ട്. ഇത് സംഭവം അടിപൊളിയായിട്ടുണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതേ ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട്, അതിൽ എൻ്റെ മോനെ ഇങ്ങനെ കയറ്റി ഇരുത്തിയെടുത്ത് അതിലൊന്ന് ശരിക്കും 40 രൂപ എന്താണ്ട് ഉള്ളൂ. പക്ഷെ അതിലൊന്നും ഇരുത്തി കളിക്കാനുള്ളതൊന്നും ആയിട്ടില്ലല്ലോ കുട്ടി, ഇപ്പോൾ അവന് 6 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആളിതേ അവിടെ ലൈറ്റൊക്കെ കാണാതെ കൂടിയെടുക്കാൻ നോക്കാം കേട്ടോ. അങ്ങനെ ആ സൈഡിൽ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഞങ്ങളുടെ സൈഡിൽ ഇവിടെ തിയേറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ആളുകൾ ഇങ്ങോട്ട് വരണപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നുമില്ല, ആൾക്കാർ കുറേ ഫോട്ടോസ് എടുക്കണം, പിന്നെ തിയേറ്ററിൻ്റെതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകണം, കാരണം അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളവിടുന്ന് ഒക്കെ നോക്കിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുറച്ച് തിരക്ക് ഒഴിഞ്ഞൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതേ വീഡിയോസും ഫോട്ടോസൊക്കെ അവിടുന്ന് എല്ലാവരും എടുത്തിട്ട് നിന്നു കേട്ടോ. പിന്നെ എങ്ങനെ അതിൻ്റെ നേരെ താഴത്തോട്ടാണ് വരുന്നത്. താഴേക്ക് വരുമ്പോൾ വീണ്ടും എസ്കലേറ്ററിൻ്റെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഉമ്മാനെ കൊണ്ടുവന്നത്. കാരണം ഉമ്മ അങ്ങനെ മാളിലൊന്നും പോയിട്ടില്ല കേട്ടോ. മാളിലൊന്നും ഇങ്ങനെ ദൂരെയുള്ള മാളൊക്കെ നമ്മളെ വിടുന്നത്. അപ്പോൾ അത്രയും ദൂരമൊന്നും ഉമ്മാനെ കൊണ്ടുപോയി യാത്രയും പിന്നെ അവിടെ ഇങ്ങനെ നടത്തും ഒക്കെ ആയിട്ട് ഉമ്മക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും, ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അത് കാരണം ഇങ്ങനത്തെ ഇതിലൊന്നും കൊണ്ടുപോയില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ തൊട്ടടുത്താകുമ്പോൾ ഒന്ന് കൊണ്ടുപോയതാണ്. കാരണം ഇങ്ങനെ അവർക്കും ഉണ്ടാവില്ലേ, പ്രായ ആൾക്കാർക്കും ഉണ്ടാവില്ലേ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളായാലും ഇങ്ങനത്തെ സ്ഥലത്തേക്കൊന്നും ഉമ്മനെ കൊണ്ടുപോകാറില്ല. പോകാനും ഉമ്മ വരും കേട്ടോ, വരാൻ റെഡിയാണ്. പക്ഷേ കുറച്ച് കുറേ നടക്കുകയും നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ കൊണ്ടുപോകാറില്ല. താഴത്തോട്ട് വന്നാലുള്ള സംഭവം സ്റ്റൈൽ യൂണിൻ്റെ സൂപ്പർ ഷോപ്പ് ഇവിടെ ഉണ്ട്. അടിപൊളി കളക്ഷൻസാണ്, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അഫോർഡബിൾ പ്രൈസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കൊക്കെ ചെന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഓരോന്ന് നോക്കി വെച്ചിട്ടുണ്ട്. പെരുന്നാൾ വരുമ്പോൾ നമ്മൾ എടുക്കണം. പെരുന്നാളിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പുതിയ മോഡൽസും കാര്യങ്ങളൊക്കെ വരും, എങ്കിലും അത് കാണുമ്പോൾ നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലൊക്കെ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. കൂടുതൽ ഞങ്ങൾ എടുത്തിട്ട് അങ്ങനെ വെറുപ്പിച്ചില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് ഒരു ജോഡി കുട്ടിക്ക് ഡ്രസ്സ് കൊടുത്തിട്ട് വന്നു. എൻ്റെ മോനിക്കല്ല കേട്ടോ, മുത്തുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് പ്രസവിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചാൽ എടുത്തു. പക്ഷേ ന്യൂ ബോൺ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വലിപ്പമുള്ളൊരു കുട്ടി, 1 വയസ്സൊക്കെ ആയ കുട്ടിക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സ് എടുത്തു പോകുന്നു കേട്ടോ. അങ്ങനെ അതിനും കഴിഞ്ഞ് താഴേക്ക് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇതേ നെക്സോസ് ഹൈപ്പർ മാർക്കറ്റ് കേട്ടോ. എനിക്ക് ഹൈപ്പർ മാർക്കറ്റ് വന്നതിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ മാളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്ന ഹൈപ്പർ മാർക്കറ്റ്. കാരണം എനിക്ക് എപ്പോഴും ഈ ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങാന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ പോകുന്നതാണ് എനിക്കിഷ്ടം. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 11 വർഷം കഴിഞ്ഞു. ഇവിടെ നിന്നാലും ഞാൻ മുന്നേ ചാവക്കാട് ഉള്ളപ്പോഴായാലും എപ്പോഴും ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടായിരിക്കും ഓൾമോസ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്യുക. കാരണം എനിക്ക് ഒരു ഐറ്റം നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇതിനെന്താ വില അതിനെന്താ വില എന്ന് എന്ത് സാധനം എടുക്കുമ്പോൾ നമ്മളിങ്ങനെ റേറ്റ് ഇങ്ങനെ കടക്കാരോട് ചോദിച്ചിട്ട് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം മാത്രമല്ലേ എടുക്കുള്ളൂ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണെങ്കിലേ ഞാൻ എടുക്കുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉള്ളൊരു കാര്യം കേട്ടോ. കാരണം ചിലതൊന്നും ഞാൻ എടുക്കില്ല, എനിക്ക് അഫോർഡായിട്ട് തോന്നിയിട്ടുണ്ട് റേറ്റ് എന്നുണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ അതിനൊക്കെ ബെറ്റർ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഇവിടെ വന്ന അവസരം സത്യം പറഞ്ഞാൽ മുന്നേ ചാവക്കാടുള്ളപ്പോൾ അവിടെ നിന്ന് തന്നെ ചാവക്കാട് നിന്ന് പർച്ചേസ് ചെയ്തിരുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ വർക്കുള്ള സമയത്ത് സൺഡേസിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞ് നേരത്തെ വന്നിട്ട് അങ്ങനെയൊക്കെ പോയിട്ടാണ് ഞാൻ അവിടെ ചാവക്കാട് നിന്നാണ് MKന്നും ഒക്കെ EP എന്നൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ പിന്നെ കുന്നോളത്ത് VPയിലൊക്കെ ഞാൻ പോയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പെരുമ്പ്ലാവ്, എനിക്ക് ഒന്നും കൂടി ഫേമസ് ആയി പെരുമ്പ്ലാവ് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലിവാണ്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നായിരുന്നു ഞാൻ കൂടുതൽ പർച്ചേസ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഗൾഫിൽ പോയിട്ട് വന്ന് നോക്കുമ്പോൾ ലിവ സൂപ്പർ മാർക്കറ്റ് എന്തോ എടുത്ത് കളഞ്ഞിരിക്കുന്നു. പകരം വേറെ ഒന്നും അവിടെ ഉണ്ട്, ഒരു കേരള സ്റ്റഫ് ഫുഡ് അങ്ങനത്തെ പേര് പറഞ്ഞിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് എല്ലാ ഐറ്റംസും അവിടെ ഇല്ല. അതുപോലെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെയും കുറച്ച് ഇതൊക്കെ ഉണ്ടെങ്കിലും എല്ലാവിധം അടങ്ങിയിട്ടുള്ള ഒരു സംഭവമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമം. അപ്പം ഞാൻ ഈ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടുന്ന് പർച്ചേസ് ചെയ്യും. പിന്നെ ഞങ്ങളിപ്പോൾ നെസ്റ്റോയിലാട്ടോ പോക്ക്, എടപ്പാൾ നെസ്റ്റോയിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ എടപ്പാൾ നെസ്റ്റോയിൽ ഓഫർ, നമുക്ക് മാളിൽ നെസ്റ്റോയിലൊക്കെ ഓഫർ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ദിവസം പോയിട്ട് ഞങ്ങൾ അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ ഏറ്റവും വലിയ പരിഹാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, അടിപൊളിയായിട്ട്. കാരണം നമ്മൾ തൊട്ടടുത്തല്ലേ, ഇവിടുന്ന് കണ്ടിട്ടും ഒരു 5 മിനിറ്റ് നമുക്ക് ഡിസ്റ്റൻസ് ഉള്ളൂ.
വീടും ഇതും കൂടിയിട്ട് വണ്ടിയിൽ പോകുമ്പോൾ 5-10 മിനിറ്റ് ഇല്ല, ട്രാഫിക്കൊന്നും ഇല്ലെങ്കിൽ ശരിക്കൊരു 5-6 മിനിറ്റ് കൊണ്ടൊക്കെ എത്തും. അത്രയും നല്ലൊരു സ്പോട്ടിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. പിന്നെ അന്നേന്ന് പറയുന്ന ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. കാരണം സെലക്റ്റഡ് ഐറ്റംസ് 50% ഒക്കെ ഓഫറുണ്ട്. അല്ലാത്തതിനും ഒരുപാട് ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഡയപ്പർ വരെ ഉണ്ണിക്കവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കലില്ല, അപ്പോൾ അതിനേക്കാൾ ഓഫറായിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. തിരക്ക് കഴിഞ്ഞപ്പോൾ എൻ്റെ മോന് കരഞ്ഞൊരു പരുവൊക്കെ ആയിട്ടുണ്ട്. അത്രയും ചൂടെടുക്കുന്നുണ്ട് ആൾക്കാർ കൂടിയപ്പോൾ. ഞങ്ങൾ 4 മണിക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോൾ 8 മണിയൊക്കെ ആയിട്ട് ഏകദേശം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് പർച്ചേസ് ചെയ്തതായിട്ട് തിരിച്ച് പോവാട്ടോ വീട്ടിലേക്ക്. ട്രാഫിക്ക് കാരണം പെരുമ്പിലാവ് പഴയ പെരുമ്പിലാവേ അല്ല, പഴയ പെരുമ്പിലാവ് ഇത്ര ഇതൊന്നുമില്ല. അങ്ങനത്തെ ഇത് കാരണം സെൻട്രലിലാണേ നല്ല തിരക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വളരെ ലേറ്റായിട്ടാട്ടോ വീട്ടിലെത്തി. അത് കഴിഞ്ഞ് അവിടുന്ന് സാധനങ്ങളൊക്കെ വീട്ടിൽ ഒക്കെ ഇറക്കി വെച്ചിട്ട് മോന് വന്നിട്ടുണ്ടായിരുന്നില്ല, മോനക്ക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവനടുത്ത് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് മാന്തടത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ അടിപൊളി റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും, ഒരു എബ എന്ന് പറഞ്ഞിട്ട് നല്ല പാർക്കും റെസ്റ്റോറൻറ്റും ഒക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസൊക്കെ ഫുഡ് പല ഐറ്റംസൊക്കെ ഉണ്ട്, പല ഷോപ്പുകളുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് മുന്നേ പോയിട്ടുണ്ടായിരുന്നു മുമ്പിന്. അടിപൊളി മധുഹൂത്ത് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് നേരെ ബീഫ് മധുഹൂത്തൊക്കെ ഓർഡർ ചെയ്ത് ഒരു 1/4 മണിക്കൂർ വേണം അത് കിട്ടാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചു. മോൻ അങ്ങോട്ട് വന്നു. അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നേരെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു 11-12 മണിയൊക്കെ ഏകദേശം ആവാനായിട്ടാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ്സ് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്യുക എല്ലാവരും മറക്കരുത്.